വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഹലാൽ വിവാദം സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ ഹലാൽ വിവാദം ഉയർത്തിയ സംഘപരിവാറിന് കനത്ത ഒരു തിരിച്ചടി കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. BCCIയെ സംബന്ധിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ സംഘപരിവാറിന് ഹലാൽ വിഷയത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുന്നത്. BCCI അതായത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ബോർഡാണ് BCCI എന്നുള്ളത്. ഇപ്പോൾ ഇതാ BCCIയും തങ്ങളുടെ ടീം മെനുവിൽ ഹലാൽ ഭക്ഷണം നിർബന്ധമാക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് ദേശീയ മാധ്യമങ്ങളടക്കം വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ ICC ടൂർണമെന്റുകൾ നടക്കുന്നതിനാലാണ് BCCI താരങ്ങളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ടീം മെനുവിൽ ഹലാൽ ഭക്ഷണം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ BCCI തങ്ങളുടെ ടീം മെനുവിൽ ഹലാൽ ഭക്ഷണം നിർബന്ധമാക്കിയത് കൊണ്ട് സംഘപരിവാറിന് എന്താണ് തിരിച്ചടി എന്നല്ലേ ചോദ്യം. അതിൽ ഒരു വലിയ തിരിച്ചടിയുണ്ട്. കാരണം BCCIയുടെ സെക്രട്ടറി ജയ്ഷയാണ്. ഈ ജയ്ഷ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനാണ്. ചുരുക്കി പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകനായ ജയ്ഷ സെക്രട്ടറിയായ BCCI ആണ് ഇപ്പോൾ ഹലാൽ ഭക്ഷണം ടീം മെനുവിൽ നിർബന്ധമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംഘപരിവാറിന് ഇത് വളരെ വലിയ രീതിയിൽ തിരിച്ചടിയാവുന്നത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും വലിയ രീതിയിൽ സംഘപരിവാർ ഈ ഹലാൽ ജിഹാദ് വളരെ വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിവാദമാണ്. ഇത്തരത്തിൽ സംഘപരിവാർ വളരെ വലിയ വിവാദമായി ഹലാൽ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സമയത്താണ് അമിത്ഷായുടെ മകനായ ജയ്ഷ സെക്രട്ടറിയായ BCCI ടീം മെനുവിൽ ഹലാൽ നിർബന്ധമാക്കുന്നത് എന്നുള്ളതാണ്. ഹലാൽ നിർബന്ധമാക്കുന്നതോടൊപ്പം ബീഫും അതേപോലെ തന്നെ പോർക്കും കഴിക്കുന്നതിൽ ടീം താരങ്ങൾക്ക് BCCI വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും BCCI താരങ്ങളുടെ ഭക്ഷണ മെനുവിൽ ഹലാൽ നിർബന്ധമാക്കിയതോടെ BCCIക്കെതിരെ വലിയ പ്രതിഷേധവുമായി സംഘപരിവാർ രംഗത്തെത്തിയിട്ടുണ്ട്. BCCI ഭക്ഷണ മെനുവിൽ ഹലാൽ നിർബന്ധമാക്കിയതോടെ BCCIയുടെ ഈ നീക്കത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിരവധി BJP നേതാക്കളും പ്രവർത്തകരും രംഗത്ത് വന്നിട്ടുണ്ട്. ഇവർ സമൂഹ മാധ്യമങ്ങളിൽ BCCIക്കെതിരെ വളരെ വലിയ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. ഒരു BJP നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BCCIയോട് ചോദിച്ചത് ഹലാൽ അനുവദനീയമാക്കാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം നൽകിയിരിക്കുന്നത് എന്നാണ്. ഏതായാലും സംഘപരിവാർ പ്രവർത്തകരും നേതാക്കളും BCCIയും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ യുദ്ധമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സംഘപരിവാർ വളരെ വലിയ രീതിയിൽ ഹലാൽ ക്യാമ്പയിൻ രാജ്യത്ത് നടത്തുന്ന ഒരു സമയത്താണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന BCCI പോലുള്ള ഒരു ക്രിക്കറ്റ് ബോർഡ് തങ്ങളുടെ ടീം മെനുവിൽ ഹലാൽ നിർബന്ധമാക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും BCCIയുടെ ഈ നീക്കം സംഘപരിവാറിന് വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ കേരളത്തിൽ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഹലാൽ വിഷയവുമായി ക്യാമ്പയിൻ നടന്നപ്പോൾ BJPയുടെ വക്താവായ സന്ദീപ് വാര്യർ തന്നെ ഈ ഹലാൽ ക്യാമ്പയിനെ എതിരായിക്കൊണ്ട്, അതായത് BJPക്ക് എതിരായിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്നു. ആർക്കും ഒരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ലെന്നും ഇതൊരു ബഹുസ്വര സമൂഹമാണെന്നും നിങ്ങൾ ഒരു സ്ഥാപനത്തെ ഉപരോധിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ വിവിധ മതസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ അത് ബാധിക്കുമെന്ന രീതിയിലാണ് സന്ദീപ് വാര്യർ ഈ ഹലാൽ വിഷയത്തിൽ ക്യാമ്പയിൻ നടത്തുന്ന BJPക്കെതിരെ രംഗത്ത് വന്നത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ സന്ദീപ് വാര്യർ ഈ പോസ്റ്റ് മുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് സന്ദീപ് വാര്യർ മുക്കിയെങ്കിൽ പോലും BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അത് വലിയ തിരിച്ചടിയായിരുന്നു BJPക്ക് ഉണ്ടാക്കിയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ BCCIയും ഈ തീരുമാനമെടുത്തിട്ടുള്ളത്. സംഘികളെ ഒരേപോലെ തന്നെ തിരിച്ചടിയിലാക്കുന്നുണ്ട്. നാളെ ചിലപ്പോൾ BCCI ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നേക്കാം. അല്ലെങ്കിൽ BJPയുടെ പ്രതിഷേധം ഭയന്നുകൊണ്ട് ഹലാൽ നിർബന്ധമാക്കിയ നീക്കം BCCI ഉപേക്ഷിക്കാനും സാധ്യതകളുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.